ശ്രീ ഗുരുഭ്യോ നമ. ആദ്യമായി ഇന്നുവരെയുള്ള എല്ലാ ഗുരുപരമ്പരകളെയും എല്ലാ ഗ്രന്ഥരചനകളെയും നമസ്കരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ശാസ്ത്രഗ്രന്ഥങ്ങളിലെ രചനാശൈലികൾ എന്നുള്ളതാണ്. ഈയൊരു വിഷയം ഈയൊരു വലിയ പണ്ഡിത സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു സുഹൃതമായി തന്നെ കരുതുന്നു. അതോടൊപ്പം ഇത് വലിയൊരു സാഹസമാണെന്നും തോന്നുന്നുണ്ട്. കാരണം ശാസ്ത്രഗ്രന്ഥങ്ങളിലെ രചനാശൈലികൾ എന്നുള്ള വിഷയം അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ അത്രയധികം പരിശ്രമിച്ച ഒരാൾക്കേ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന് മുതിരുന്നത് എന്നൊരു ചോദ്യം വരാം. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് പലപ്പോഴായി വന്ന സംശയങ്ങളുടെ പുറത്താണ് ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് എത്തിയത്. അപ്പം ഗ്രന്ഥം പഠിച്ചു വരുമ്പോൾ ഓരോ പംക്തിയിലും വരുന്ന ഭാഷാപ്രയോഗങ്ങൾക്ക് എന്താണ് അർത്ഥം, അല്ലെ മുന്നോട്ട് പോകുന്തോറും എന്താണ് അർത്ഥഭേദം അതിന് വരുന്നത് എന്നിങ്ങനെ പലപ്പോഴായിട്ട് അതിൻ്റെ സംശയങ്ങൾ ഉണ്ടാവുകയും അത് ഗുരുക്കന്മാരോടടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഇത് കുറേ ശൈലി വിശേഷങ്ങളുണ്ടെന്നും അതിനെ ഒരു ലിസ്റ്റ് പോലെ ആക്കുകയും അതിനെ ഒരു ക്രമത്തിൽ എഴുതുകയും അത് ചോദിച്ചറിയുകയുമാണ് ഇതിൻ്റെ ഒരു ആദ്യപടിയായി ചെയ്തത്. ഈയൊരു വിഷയം എല്ലാ ശാസ്ത്രങ്ങളിലും എങ്ങനെയാണ് ശൈലികളെന്ന് എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഞാൻ പരീക്ഷിച്ചത് വ്യാകരണ ഗ്രന്ഥങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ ശൈലികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയത്. വ്യാകരണം ശാസ്ത്രം എല്ലാവർക്കും അറിയുന്നതാണ്, സാഗരം പോലെ കിടക്കുന്നതാണ്. മഹാഭാഷ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉള്ള ഒരു വലിയൊരു ശാസ്ത്രത്തെ ഞാൻ നോക്കി എന്ന് പറയുമ്പോഴും അതും ഒരു സാഹസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായിട്ടുള്ളൊരു അറിവിൽ നിന്നുകൊണ്ട് അതിനെ ഞാൻ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഒരു ശൈലിക്ക് ഇന്നതാണ് അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. കാരണം ഞാനതിന് അധികാരിയല്ല. ശാസ്ത്രത്തിൽ ഗഹനമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു ശൈലിക്ക് പല അർത്ഥങ്ങളും കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അറിവിൽ നിന്നുകൊണ്ട് വ്യാകരണശാസ്ത്രത്തെ മുൻനിർത്തി എന്നിരുന്നാലും മറ്റു ശാസ്ത്രങ്ങളിൽ കൂടി കണ്ടുവരുന്ന സാമാന്യമായ ശൈലീ വിശേഷങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ ധാരാളം അർത്ഥവ്യത്യാസങ്ങൾ വന്നേക്കാം, തെറ്റുകൾ വന്നേക്കാം. അതൊക്കെ പറഞ്ഞു തന്ന ഗുരുക്കന്മാരുടെ തെറ്റല്ല, അത് ഗ്രഹിച്ച എൻ്റെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ശാസ്ത്രഗ്രന്ഥങ്ങളിലെ രചനാശൈലികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള അവതാരികയിൽ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് നവ്യഗ്രന്ഥങ്ങളിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ച് മഹേശ്വരേട്ടൻ അതിൻ്റെ പ്രമാണങ്ങളെയൊക്കെ കാണിച്ച് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഗ്രന്ഥരചനാ ശൈലികളെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ഗ്രന്ഥരചനയ്ക്ക് പറഞ്ഞു വെച്ചൊരു ശൈലിയുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഇങ്ങനെ മുമ്പുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊക്കെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ
അതിന് ആദ്യമായി കടന്നു വരുന്നൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ തന്ത്രയുക്തികൾ എന്നൊരു രീതിയാണ്. തന്ത്രയുക്തികൾ എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. എന്താണ് തന്ത്രയുക്തികൾ എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ രചനയിലും വ്യാഖ്യാനത്തിലുമൊക്കെ അതിൻ്റെ സന്ദേഹരഹിതമായിട്ടുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള ചില സങ്കേതങ്ങളെയാണ് തന്ത്രയുക്തികൾ എന്ന് പറയുന്നത്. തന്ത്രം എന്നുള്ളതിനവിടെ ശാസ്ത്രം വാ ഗ്രന്ഥോ വാ അർത്ഥ തന്യത്തെ വിസ്താര്യത്തെ അനേന സിദ്ധാന്ത ഇതി തനോതി വിസ്താരേതി സിദ്ധാന്തം ഇതി വാ തന്ത്രം. ഇങ്ങനെ അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട്. ഈ തന്ത്രയുക്തികളെ സാമാന്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട് അദ്ദേഹത്തിൻ്റെ തന്ത്രയുക്തി വിവേകം എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. അതിൽ അദ്ദേഹം 36ഓളം തന്ത്രയുക്തികളെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുന്നത്, തന്ത്രയുക്തികൾ ധാരാളമായിട്ട് പ്രയോഗിച്ച് കാണുന്നത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആണ് എന്നാണ്. അഷ്ടാംഗഹൃദയം പോലെയുള്ള ഗ്രന്ഥങ്ങളിലാണ് തന്ത്രയുക്തികൾ കൂടുതലായിട്ട് കാണുന്നത്. അതും ഈ 36 എന്ന് അദ്ദേഹം പറയുന്ന 36ഉം ഒരു ഗ്രന്ഥത്തിൽ ഉപയോഗിച്ച് കൊള്ളണമെന്ന് അവിടെ നിയമമൊന്നുമില്ല. എവിടെയാണോ കൂടുതലായിട്ടുള്ള വിഷയമുള്ളത് അത്തരം ഗ്രന്ഥങ്ങളിലാണ് കൂടുതലായിട്ടുള്ള യുക്തികൾ ഉപയോഗിച്ച് കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ചെയ്യുന്നത് ഈ യുക്തികളെ ആയുർവേദ ഗ്രന്ഥങ്ങൾക്കനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം അതിൽ ചില യുക്തികൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, മറ്റു ശാസ്ത്രങ്ങളിലും ഇതേ രീതികളില്ലേ എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് വിഷയമല്ല ശൈലികൾക്ക്. എന്നിരുന്നാലും പറഞ്ഞു വരുമ്പോൾ ഈ തന്ത്രയുക്തികളെ കൂടി മുൻനിർത്തിയിട്ടാവാം ഇത്തരം ശൈലികൾ ഉണ്ടായത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അദ്ദേഹം അതിൽ പറഞ്ഞ തന്ത്രയുക്തികളിൽ ചിലത് ഞാനിവിടെ കാണിക്കാം. അതിലൊന്നാണ് സ്വസംജ്ഞ എന്ന് പറയുന്നത്. സ്വസംജ്ഞ എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്ന ചില സംജ്ഞകളാണ്. അത് മറ്റൊരു ശാസ്ത്രത്തിലും പ്രയോഗിച്ച് കാണില്ല. അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് ഈ അഷ്ടാധ്യായി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കാണുന്ന സംജ്ഞാസൂത്രങ്ങളൊക്കെ. വൃദ്ധി എന്നോ ഗുണമെന്നോ പറയുന്നത് അതേ അർത്ഥത്തിൽ മറ്റൊരു ശാസ്ത്രത്തിലും കാണില്ല. അതൊന്ന്. പിന്നെ പൂർവപക്ഷം എന്നുള്ളതും അതിൽ കാണുന്നുണ്ട്. അവിടെ പൂർവപക്ഷം എന്നുള്ളതിന് പറഞ്ഞു കാണുന്നത് പൂർവാചാര്യന്മാരുടെ പക്ഷങ്ങളിൽ തന്നെയാണ് തൻ്റെ പക്ഷവും എന്നു പറയുന്നതാണ് പൂർവപക്ഷം എന്നാണ്. പക്ഷേ സുശ്രുതൻ അതിന് പറയുന്നത് ആക്ഷേപപൂർവക പ്രശ്ന പൂർവപക്ഷ എന്നും പറയുന്നുണ്ട്. അതായത് ഈ പൂർവപക്ഷം എന്നുള്ളതിനെ എനിക്ക് തോന്നുന്നു ഓരോ ശാസ്ത്രത്തിലേക്ക് ചെല്ലുമ്പോഴും അതിൻ്റെ രീതിക്കനുസരിച്ച് വായിച്ചെടുക്കാം എന്നാണ്. കാരണം അതിൽ തന്നെ 2-3 തരത്തിൽ അതിന് അർത്ഥം പറയുന്നുണ്ട് പൂർവപക്ഷം എന്താണെന്ന്. പിന്നൊന്നുള്ളത് അനാഗതാവേക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു തന്ത്രയുക്തി കാണിക്കുന്നുണ്ട്. അതായത് ഗ്രന്ഥരചന ചെയ്തു പോകുമ്പോൾ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വിഷയം പറയുമ്പോൾ മറ്റൊരു വിഷയം കടന്നു വരുന്നു. ആ വിഷയമാണെങ്കിൽ മുമ്പേ ഇനിയിപ്പോൾ അങ്ങോട്ട് വളരെ വിസ്തൃതമായിട്ട് വ്യാഖ്യാനിക്കാനിരിക്കുന്നുണ്ട്.
അത്തരം അവസരത്തിലാണ് ആ തന്ത്രയുക്തി പ്രയോഗിച്ച് അഗ്രേ വക്ഷിയെ എന്ന് പറഞ്ഞുകൊണ്ട് അത് തൊട്ടുവെക്കുന്നു, അവിടെ വ്യാഖ്യാനിക്കുന്നില്ല, പിന്നീട് അതിനെ വിസ്തൃതമായി വ്യാഖ്യാനിക്കുന്നു. അതാണ് അനാഗതാവേക്ഷണം. ഇതുവരെ ആ വിഷയം വന്നിട്ടില്ല, അനാഗതമായതിനെ മുമ്പ് തന്നെ ഒന്ന് നോക്കിക്കാണുന്നു. അതൊരു തന്ത്രയുക്തിയാണ്. അത് സാമാന്യം എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുന്ന ഒരു ശൈലിയാണ്. പിന്നൊന്ന് അതീതാവേക്ഷണം എന്ന് പറയുന്ന തന്ത്രയുക്തിയാണ്. അതീതാവേക്ഷണം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ രചനയിൽ കുറെ മുന്നോട്ട് 1, 2, 3 അധ്യായങ്ങൾ കഴിഞ്ഞ് ആദ്യത്തിൽ പറഞ്ഞ വിഷയം വീണ്ടും സ്മരിക്കേണ്ടി വരുമ്പോൾ, അതായത് അതീതമായതിനെ അവിടെ നോക്കിക്കാണുന്നു, അത് വീണ്ടും പറയുന്നില്ല. അതും സാമാന്യം കണ്ടുവരുന്ന ശൈലിയാണ്. അതുപോലെ പ്രസംഗം, സംശയം, നിർണയം എന്നു തുടങ്ങി സാമാന്യമായിട്ട് ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു രീതിയെ അതിൽ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന തന്ത്രയുക്തികളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് തന്ത്രയുക്തികളെ കൊണ്ട് പറയുന്നൊരു പ്രയോജനം. ഇവിടെ എനിക്കിത് വായിച്ചപ്പോഴുണ്ടായൊരു സംശയമായിട്ടുള്ളത്, ഈ തന്ത്രയുക്തികൾ എന്ന് പറയുന്നത് സുശ്രുതൻ തുടങ്ങി അല്ലെങ്കിൽ ചരകൻ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഇത് പ്രാചീനമായിട്ട് ഈ ശീലിച്ചു പോകുന്ന ഒരു രീതിയാണോ, അതല്ലെങ്കിൽ പ്രാചീന ഗ്രന്ഥങ്ങൾ തൊട്ട് ഇങ്ങോട്ട് എഴുതി വന്നപ്പോൾ ഈ ശൈലികൾ ഇങ്ങനെയൊരു ശൈലി ഉണ്ട് എന്നുള്ളത് പിന്നീടുള്ളവർ മനസ്സിലാക്കിയതാണോ എന്നുള്ളതാണ്. മുമ്പ് തന്നെ ഉണ്ടോ അല്ലെങ്കിൽ പിന്നീട് അത് കൂട്ടിച്ചേർത്തതാണോ, ഇതാണ് ഇങ്ങനെയാണ് ഈ ശൈലി എന്ന് പറഞ്ഞു വെച്ചതാണോ എന്നുള്ളതാണ് സംശയമായിട്ടുള്ളത്. ഈ ഒരു തന്ത്രയുക്തികളൊക്കെ പറയാൻ കാരണം ഗ്രന്ഥത്തിൻ്റെ ഒരു ഘടനയിൽ ശരിക്കും ഈ തന്ത്രയുക്തികൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ ഈ തന്ത്രയുക്തികളെ കൂടി ചേർന്നുകൊണ്ടാവാം ഈ ശൈലികൾ ഒരു ക്രമത്തിൽ, ഒരു പൂർവപക്ഷം, പിന്നെ അതിനൊരു സമാധാനം. അപ്പം അതിലൊക്കെ പ്രയോഗിക്കുന്ന ഭാഷയ്ക്കും ഈ തന്ത്രയുക്തികൾക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ തന്ത്രയുക്തികളെ കുറിച്ചും വളരെ വലുതായിട്ട് ഒരു വിചാരം ചെയ്യേണ്ടതാണ്. അത് ആ ഒരു വിചാരം അതിലത്രയും അറിവുള്ളവർക്കേ കഴിയൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പം ആ വിഷയത്തിൽ അധികം ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ ഭാഷാശൈലിയെക്കുറിച്ച് പറയാം. അതിൽ തന്നെ നമുക്ക് ഗ്രന്ഥരചനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 തരത്തിൽ അതിനെ പറയാം. ഗ്രന്ഥരചനകൾ 2 തരത്തിലാണ് ഉണ്ടാവുന്നത്. ഒന്ന് സ്വതന്ത്ര ഗ്രന്ഥങ്ങളെന്നും ഒന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളെന്നും. അതായത് സൂത്രകാലത്തുണ്ടായ ഈ സൂത്രഗ്രന്ഥങ്ങളൊക്കെ ഒരു സ്വതന്ത്ര ഗ്രന്ഥമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണം, അഷ്ടാധ്യായി പോലെയുള്ള ഒരു ഗ്രന്ഥം മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. അഷ്ടാധ്യായി എന്നുള്ള ഗ്രന്ഥം ഉണ്ടായതിനു ശേഷം അതിൻ്റെ വ്യാഖ്യാന രൂപങ്ങളാണ് വാർത്തികം, മഹാഭാഷ്യം തുടങ്ങിയതൊക്കെ. അത് മറ്റുള്ള ശാസ്ത്രങ്ങളിലായാലും ഒരു സൂത്രഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം ഈ സൂത്രഗ്രന്ഥങ്ങളിലുള്ളതും കൂടുതലായി പിന്നീട് വന്ന നവ്യഗ്രന്ഥങ്ങളിലുള്ളതായിട്ടുള്ള ശൈലികളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നത് വേറൊന്ന്, ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതായത് ഒന്നുകിൽ സ്വയം പരിചയപ്പെടുത്തുന്ന രീതിയുണ്ട്. അതായത് മംഗളശ്ലോകം കഴിഞ്ഞ് ഈ ഗ്രന്ഥം എന്തിന് രചിച്ചു, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ആര് പറഞ്ഞാണ് ഇത് ഞാൻ ചെയ്തത്, എന്തിനാണ് ഈ ഗ്രന്ഥം എന്നുള്ളതൊരു ഗ്രന്ഥരചനയുടെ രീതിയാണ്. ഇപ്പം പ്രക്രിയാസർവസ്വം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിൽ അധ്യായത്തിൻ്റെ വിഭാഗം വരെ അദ്ദേഹം
കാണിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിനെ സമീപിക്കുന്നത്, ഇതിൽ എത്ര അധ്യായങ്ങളുണ്ട്, എന്തിന് ഞാൻ ഇത്രയും ഈ ഒരു വിഷയം എന്തിനെടുത്തു, ആരാണ് ഇതിന് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതൊരു ശൈലിയാണ്. ഇതിനോട് ചേർന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഗ്രന്ഥത്തിന്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ളത്, ഞാൻ ഈ ഒരു ശൈലികളെ എനിക്ക് തോന്നിയ ഒരു ക്രമത്തിൽ ഞാൻ ഇതിനെ ഒന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രന്ഥാരംഭം, പൂർവപക്ഷം, പക്ഷഭേദങ്ങൾ, സിദ്ധാന്തപക്ഷം, വിഷയാന്തം, ഇങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് ഞാൻ ഈ ശൈലിയെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ശരിയായ രീതിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഈ ഒരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഒരു പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു കാറ്റഗറി മനസ്സിൽ വന്നു, അങ്ങനെ ചെയ്തു. അപ്പോൾ കൂടുതലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം, അതെങ്ങനെയാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ ഇനി നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് നേരിട്ട് എങ്ങനെയാണ് ആ ശൈലികൾ എന്നുള്ളത് പറയുന്നു. ഗ്രന്ഥാരംഭം എന്ന് പറയുന്ന ആദ്യ ഭാഗത്തെ ശൈലികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. വൃദ്ധിസൂത്രത്തിൽ അതിൻ്റെ ഭാഷ്യത്തിൽ ഇങ്ങനെ പറയുന്നു: മംഗളാദീനി മംഗളമധ്യാനി മംഗളാന്താനി ച ശാസ്ത്രാണി പ്രഥന്തെ വീരപുരുഷാണി ച ഭവന്ത്യായുഷ്മത് പുരുഷാണി ച അധ്യേതാരശ്ച വൃദ്ധിയുക്ത യഥാസ്ഫുരിതി. അതായത് നമുക്കറിയാവുന്നതാണ്, സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും, അത് ശാസ്ത്രഗ്രന്ഥമായാലും കാവ്യങ്ങളായാലും ഒക്കെ തന്നെ ഒരു മംഗളശ്ലോകത്തോടു കൂടിയാണ് അതിൻ്റെ ആരംഭം കണ്ടുവരുന്നത്. അപ്പം അത് ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നുമുണ്ട്. അതിൻ്റെ ഒരു പ്രമാണമാണ് കാണിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ആ മംഗളം തന്നെ 3 വിധത്തിൽ ചെയ്ത് കാണുന്നുണ്ട്. അത് മംഗളാദിയായിട്ടും മംഗളമധ്യമായിട്ടും മംഗളാന്തമായിട്ടും. ഇങ്ങനെ മംഗളത്തെ ചെയ്ത് കാണുന്ന ഒരു ഗ്രന്ഥമാണ് അഷ്ടാധ്യായി എന്ന് പറയാം. കാരണം വൃദ്ധിരാധയിച്ച് എന്നുള്ളൊരു സൂത്രം ആ അർത്ഥത്തിലാണ്. ഇത് പഠിക്കുന്നവർ വൃദ്ധിയുക്തന്മാരാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വൃദ്ധിരാധയിച്ചെന്ന് സൂത്രം ആരംഭിച്ചത്. പിന്നീടുള്ള പല സൂത്രങ്ങളിലും മധ്യത്തിലായിട്ട് മംഗളം ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഭൂവാദയോ ധാതവ എന്നുള്ള സൂത്രത്തിൽ വാ എന്നുള്ളത് മംഗളാർത്ഥത്തിലാണ് എന്ന് കാണുന്നുണ്ട്. ഇനിയും ഉണ്ടാവാം. പിന്നെ ഒടുക്കമുള്ള അ എന്നുള്ള സൂത്രത്തിലും അകാരോ വിഷ്ണുവാചക എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവാചകമായിട്ടുള്ള അകാരം ദുരുച്ചാരണം ചെയ്ത് കാണുന്നു എന്നുള്ളത് കൊണ്ട് അതിന് മഹാമംഗളാർത്ഥതയുണ്ട് എന്നുകൂടി നാഗേശഭട്ടൻ ഉദ്യോതത്തിലൊക്കെ പറയുന്നുണ്ട് ആ സൂത്രത്തിൻ്റെ. അപ്പം ഒരു മംഗളത്രയം എന്ന് പറയുന്നത് മംഗളാദിയും മംഗളമധ്യവും മംഗളാന്തവുമായിട്ടുള്ള ഒരു ശൈലി ഗ്രന്ഥങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം ഈ മംഗളം തന്നെ 3 വിധത്തിൽ ചെയ്ത് കാണാറുണ്ട്. ആശീർ നമസ്ക്രിയ വസ്തു നിർദ്ദേശോ വാപി തന്മുഖം. അതായത് ആശീരർത്ഥത്തിലും നമസ്കാരാർത്ഥത്തിലും വസ്തുനിർദ്ദേശവുമായിട്ട് ഈ മംഗളം ചെയ്ത് കാണുന്നുണ്ട്. ഇതൊരു ശൈലിയാണ് ഗ്രന്ഥത്തിൻ്റെ. അപ്പോൾ ഈ സാഹിത്യഗ്രന്ഥങ്ങളിലൊക്കെ കൂടുതലായിട്ടും കാണുന്നൊരു ശൈലിയാണിത്. അവിടെ ഇത് വായിക്കുന്നവർക്കൊരു ആശിസ് ഉണ്ടാവട്ടെ എന്നും, പിന്നെ ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ടും, പിന്നെ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ വസ്തുവിനെ നിർദ്ദേശിച്ചുകൊണ്ടും, ഇത് 3 അടങ്ങി മംഗളം ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പം ശാകുന്തളത്തിലൊക്കെ ഉള്ള യാ സൃഷ്ടി എന്ന് തുടങ്ങുന്ന
ശ്ലോകമൊക്കെ അവിടെ നമസ്കാര രൂപമുണ്ട്, നമ്മളെ രക്ഷിക്കട്ടെ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാടകത്തിന്റെ വസ്തുനിർദ്ദേശവും ചെയ്യുന്നുണ്ട്. ശാസ്ത്രഗ്രന്ഥങ്ങളിലും ഇതേ ശൈലി കാണുന്നുണ്ട്. അതിനൊരു ഉദാഹരണം നമ്മളുടെ സിദ്ധാന്തകൗമുദീന്റെ ആരംഭത്തില് മുനിത്രയം നമസ്കൃത്യ തദുക്തി പരിഭാവ്യച വൈയാകരണ സിദ്ധാന്ത കൗമുദീയം വിരച്യതേ എന്ന് ഭട്ടോജി ദീക്ഷിതർ മംഗളം ചെയ്യുന്നു. അവിടെ മുനിത്രയത്തെ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമസ്ക്രിയാരൂപമായിട്ട് കാണുന്നു. അതുപോലെ വൈയാകരണ സിദ്ധാന്ത കൗമുദി എന്ന് പറഞ്ഞ വൈയാകരണാനാം സിദ്ധാന്ത, ആ സിദ്ധാന്തങ്ങളെ ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് വസ്തുനിർദ്ദേശമായിട്ടും അതിനെ കാണാം. ഇതുപോലെ ഒട്ടുമിക്ക ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലും ഈ ത്രിവിധം മംഗളം ആചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സാമാന്യമായിട്ട് എല്ലാ ശാസ്ത്രങ്ങളിലുമുള്ള ഒരു ഗ്രന്ഥരചനാ ശൈലിയാണ്. ഭാഷയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഒരു ക്രമത്തിൽ പോവാന്നുള്ളത് കൊണ്ടാണ് ഇതാദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഗ്രന്ഥാരംഭം ചെയ്യുന്നത് എന്ന്. മംഗളാചരണം കഴിഞ്ഞാൽ ചില ഗ്രന്ഥങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആ വിഷയത്തെ അനുബന്ധ ചതുഷ്ടയങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രതിപാദിക്കും. ഗ്രന്ഥത്തിന്റെ എഴുതാനുള്ള പശ്ചാത്തലം ചിലപ്പോൾ പറഞ്ഞു കാണാറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ഇത് കഴിഞ്ഞാൽ, ഈ മംഗളശ്ലോകങ്ങളൊക്കെ കഴിഞ്ഞാൽ വിഷയാരംഭം, എന്തിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ആരംഭിക്കുന്നത് ഒരു ശൈലിയിലാണ്. അതിനവിടെ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് അഥ എന്ന് പറയുന്നത്. ഇപ്പോൾ മഹാഭാഷ്യം തുടങ്ങുന്നതൊക്കെ അഥ ശബ്ദാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ അഥ എന്നുള്ളതിന് അർത്ഥഭേദങ്ങൾ കാണുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് അഥ എന്ന് പ്രയോഗിച്ചത് എന്ന് വ്യാഖ്യാനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അർത്ഥഭേദങ്ങൾ ഉണ്ട് എന്ന് അഥ എന്നുള്ള ശബ്ദത്തിന്. അവിടെ മഹാഭാഷ്യത്തിന്റെ മൂലത്തിൽ തന്നെ പറയുന്നത് അധേത്യയം ശബ്ദോ അധികാരാർത്ഥ പ്രയുജ്യതേ, ശബ്ദാനുശാസനം നാമ ശാസ്ത്രം അധികൃതം വേദിതവ്യം. ഇങ്ങനെയാണ്. ഇത് പ്രാരംഭാർത്ഥത്തിലാണ് അധശബ്ദം എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷം. അതല്ല, ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേതോ ബ്രഹ്മണഃ പുരാ കണ്ഠം ഭിത്വാ വിനിർയാതോ തേന മാംഗളികാവിമൗ എന്നുള്ളത് കൊണ്ട് അധശബ്ദം മംഗളാർത്ഥത്തിലാണെന്നുണ്ട്. അതുകൂടാതെ അധശബ്ദാനുശാസനമിത്യസ്യ പ്രാരഭ്യതേതി ശേഷഃ എന്നും കാണുന്നുണ്ട്. അതായത് ഈ അധശബ്ദം തന്നെ പല അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അഥ യോഗാനുശാസനം എന്നുള്ളത് അധികാരാർത്ഥത്തിലാണ് പ്രയോഗിച്ച് കാണുന്നത്. അതുപോലെ അഥാതോ ബ്രഹ്മജിജ്ഞാസ, അഥാതോ ധർമ്മജിജ്ഞാസ, ഇവിടെയൊക്കെ ആനന്തര്യം എന്നുള്ള അർത്ഥത്തിലാണ് അധശബ്ദം. അതായത് തൊട്ടു മുമ്പ് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞ് ഇനി അനന്തരമായി ഇനി ബ്രഹ്മത്തെ ജിജ്ഞാസ ചെയ്യാം അല്ലെങ്കിൽ ധർമ്മത്തെ ജിജ്ഞാസ ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് ആനന്തര്യം അവിടെ കാണിക്കുന്നത്. ഇതേപോലെ സാഹിത്യ ദർപ്പണത്തിൽ ഈ ഉപമാദ്യലങ്കാരം തുടങ്ങുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതായത് രീതി നിരൂപണം മുമ്പ് കഴിഞ്ഞതിന് ശേഷം അഥ അവസരപ്രാപ്താൻ അലങ്കാരാൻ ആഹ, അതും ആനന്തര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി മറ്റൊരു അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആരംഭാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അഥാതോ ധർമ്മം വ്യാഖ്യാസ്യാമഹ എന്ന് ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ ആരംഭാർത്ഥത്തിൽ അതിനെ കാണിച്ചു. ഇനി കാർത്സ്നിയെ അർത്ഥേപി അധശബ്ദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. അതിനുദാഹരണമാണ് അഥ പരസ്മൈപദം എന്ന് പറയുന്നത്. പരസ്മൈപദാനി കാർസ്നിയേന പ്രതിപാദ്യന്തേ ഇത്യർത്ഥഃ. ഇങ്ങനെ ഒരു അധശബ്ദം തന്നെ പല ശാസ്ത്രഗ്രന്ഥങ്ങളിൽ
പല അർത്ഥത്തിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും തുടക്കത്തിൽ ആരംഭമായിട്ട്, അതിലെ മംഗളമായിട്ടും ആരംഭാർത്ഥത്തിലും അധികാരാർത്ഥത്തിലൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. ഇനി സന്ദർഭവശാത് ആനന്തര്യാർത്ഥത്തിലും ഇത് കാണുന്നുണ്ട്. ഈ അഥ എന്നുള്ളത് സാധാരണ ഭാഷ, ലൗകിക ഭാഷയിലും കണ്ടുവരുന്നൊരു പ്രയോഗമാണ്. അധ ശക്നോഷി ഭോക്തും, അതുപോലെ അധ കിം എന്നൊക്കെ ചോദിക്കുന്നത് നാടകത്തിലൊക്കെ, ഒരു നാടക ശൈലിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഈ ഒരു ശൈലിയിൽ കാണുന്നുണ്ട്. ഇനി എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അധശബ്ദാനുശാസനം എന്നുപോലെയുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രത്തിൻ്റെ പ്രവൃത്തി, ഇനി വിഷയം പ്രസ്താവമാണ്. എങ്ങനെയാണ് വിഷയം പ്രസ്താവം ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ ഒരു സംക്ഷേപത്തിൽ നിന്ന് വിസ്തരമാക്കുന്നൊരു രീതിയാണ് ശാസ്ത്രത്തിനുള്ളത്. ആദ്യം സംക്ഷേപമായിട്ട് അതിനെ പ്രതിജ്ഞ ചെയ്യുകയും പിന്നെ അതിനെ വിസ്തരിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ പ്രയോഗിക്കാനായിട്ട്, ആ ശാസ്ത്രപ്രവൃത്തി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് നനു എന്ന് പറയുന്നത്. അതായത് ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു ആശങ്കയോ ഒരു സമസ്യയോ ഒക്കെ ആയിട്ട് അതിനെ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഒരു സമസ്യ എന്ന് തന്നെ എടുത്തോളൂ. ഇപ്പം പ്രശ്നാവധാരണാനുജ്ഞാനുനായ ആമന്ത്രണേ നനു, ഇത്രയും അർത്ഥത്തിൽ നനു എന്നുള്ളത് പ്രയോഗിക്കുന്നുണ്ട്. ഈ നാഗേശഭട്ടന്റെ പരിഭാഷേന്ദു ശേഖരത്തിലുള്ള ഒട്ടുമിക്ക പരിഭാഷകളുടെയും ആരംഭം നനു എന്ന് തുടങ്ങിയിട്ടാണ്. അതായത് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ദോഷം വന്നേക്കാം, അതുകൊണ്ട് പരിഭാഷ പറയുന്നു. പിന്നെ ഒരു സമസ്യ മുന്നോട്ട് വെച്ചു, ആ സമസ്യക്ക് സമാധാനമായിട്ട് ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നു. അപ്പം നനു എന്നുള്ളത് ഒരു ആരംഭമാണ് വിഷയത്തിൻ്റെ എന്ന് പറയാവുന്നതാണ്. ഒരു ആക്ഷേപം, ഒരു സമാധാനം, അങ്ങനെയാണല്ലോ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രവൃത്തി. അതുകൊണ്ട് ആദ്യം ഒരു സമസ്യയായിട്ടോ ആശങ്കയായിട്ടോ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു, പിന്നെ അതിനെ വിവരണം ചെയ്യുന്നു. നേരത്തെ മഹേശ്വരേട്ടൻ അവതാരികയിൽ സൂചിപ്പിച്ചു, ആദ്യം പ്രതിജ്ഞ ചെയ്യുന്നു, അതിനൊരു പഞ്ചമേന്തമായിട്ടുള്ളൊരു നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വേണമെങ്കിൽ വിവരണം ചെയ്യും, ഇല്ലെങ്കിൽ അത് അവിടെ വയ്ക്കും. വിവരണം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രയോഗിച്ച് കാണുന്ന ഒരു ശൈലിയാണ് തഥാഹി എന്ന് പറയുന്നത്. അത് ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഈ വിവരണം ചെയ്യുന്ന സന്ദർഭത്തിൽ തഥാഹി എന്ന് കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇയം വാചനികീ പരിഭാഷ എന്നൊരു പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ഈ ചെയ്ത പ്രതിജ്ഞ എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് തഥാഹി എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രമാണം കാണിക്കുക, അല്ലെ അതിനെ വിവരണം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ശൈലി കാണുന്നത്. ഈ വിവരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വിവരണങ്ങൾ കൂടുതലായിട്ട് പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഒരു യുക്തി പറഞ്ഞു വെച്ചാൽ അതിനെ വീണ്ടും ഊട്ടിയുറപ്പിക്കാനായി മറ്റൊരു യുക്തിയെ കാണിക്കേണ്ടി വരും. അങ്ങനെ യുക്തിയന്തരങ്ങളെ കാണിക്കുമ്പോൾ ആ യുക്തിയന്തരങ്ങളെ സമുച്ചയം ചെയ്യാനായിട്ട് പല ശൈലികൾ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് അതയേവ എന്ന് പറയുന്നൊരു ശൈലി. അതയേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഈ ഒരു ഭാഷയ്ക്കൊക്കെ ഉള്ളൊരു പഠിക്കുമ്പോഴുള്ളൊരു അനുഭവത്തിൽ എനിക്ക് തോന്നിയത്, ഇപ്പം ലഘുശബ്ദേന്ദുശേഖരം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അതയേവ എന്നുള്ളത് പല സന്ദർഭത്തിൽ പല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുമ്പ് പറഞ്ഞതിലേക്ക് അതയേവ എന്ന് നേരെ അന്വയിക്കുന്ന ദിക്കിൽ നമുക്ക് സംശയമില്ലാതെ കണ്ട് അത് വായിച്ചെടുക്കാൻ പറ്റും. മറിച്ച് പല സന്ദർഭത്തിലും ഈ അതയേവ എന്ന് പറയുന്നത് കുറേ മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കും അന്വയിക്കുന്നതായി കാണാം. അപ്പോൾ ഇത്തരം ശൈലികളെ നമ്മൾ കൂടുതലായിട്ട് അവലോകനം ചെയ്താലാണ് നമുക്ക് ആ ശാസ്ത്ര പംക്തികളെ അന്വയിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളതും ഒരു വിശേഷമാണ് ഇത്തരം പ്രയോഗങ്ങളുടെ. അതുപോലെ യുക്ത്യന്തര സമുച്ചയം പറയാവുന്നതാണ് അപി. അപി എന്ന് പറയുന്നതും
അതേ ശൈലിയിൽ തന്നെ പറയുന്ന ഒന്നാണ് മറ്റൊന്നിനെ കാണിക്കുമ്പോൾ. അതുപോലെ സാധാരണയായി നമ്മളൊരു ലേഖനമൊക്കെ എഴുതുമ്പോഴും പ്രയോഗിക്കുന്നതാണ് കിഞ്ച, ഏവഞ്ച, കിന്തു, പരന്തു, ച. ച എന്നുള്ളത് ചാർത്ഥേ ദ്വന്ദ്വ എന്നുള്ള സൂത്രത്തിലൊക്കെ അതിൻ്റെ വിശേഷമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്, ഏതൊക്കെ അർത്ഥത്തിലാണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒരു ആദ്യ ഗ്രന്ഥം എടുക്കുകയാണെങ്കിൽ കൗമുദിയുടെ ഈ ബാലമനോരമയൊക്കെ നോക്കുമ്പോൾ ഈ കിന്തു പരന്തു ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് സമുച്ചയാർത്ഥത്തിലുള്ള ഒട്ടുമിക്ക പ്രയോഗങ്ങളും ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഒരു നോട്ടത്തിൽ തന്നെ കണ്ടു കിട്ടുന്നതാണ്. അതുപോലെ ഒരു യുക്തിയെ കാണിച്ചതിന് ശേഷം അത് അങ്ങനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ ദോഷം വന്നേക്കാം എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് അന്യഥ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി തുടങ്ങും. ഇങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ അന്യഥ ഏവം സ്യാത്, അതൊരു ശൈലിയാണ് അന്യഥ എന്ന് തുടങ്ങുന്നത്. അതുപോലെ ഒരു വിഷയത്തെ പറയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഉദാഹരണം കാണിക്കുമ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും വീണ്ടും ആ കുറേ ഉദാഹരണങ്ങൾ പറയാതെ കണ്ട് നമ്മളോട് പറയുന്ന ഒരു രീതിയാണ് ഏവം അന്യത്രാപി ഊഹ്യം. ഊഹ്യം എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. അതായത് ഈ പുനരാവൃത്തി വാരണായ, വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ പറയാതിരിക്കാൻ ഈ ശാസ്ത്രം സംക്ഷേപിച്ച് പറയാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി പ്രയോഗിക്കുന്നതാണ് അന്യത്രാപി ഊഹ്യം. അതായത് സജാതീയമായിട്ടുള്ള ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം എന്നുള്ളൊരു രീതിയിലാണ് ഇത് പ്രയോഗിക്കുന്നത്. പിന്നെ ഓരോ യുക്തികളെ കാണിക്കുമ്പോഴും അത് എത്ര കണ്ട് ഈ ഒരു ആപ്തവചനമാണോ അല്ലെങ്കിൽ അത് എത്ര കണ്ട് ഒരു ശിഷ്ടകൃതമായിട്ടുള്ളതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതിന് പ്രമാണം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാചീനരുടെ സമ്മതി കാണിക്കാനായിട്ടൊക്കെ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഉക്തഞ്ച അല്ലെങ്കിൽ തദുക്തം. ഉക്തഞ്ച ഭാഷ്യേ ഇതി ഹരികാരികായാം എന്നൊക്കെ കാണിക്കുന്നത്, തദുക്തം ഹരിണ എന്നൊക്കെ കാണിക്കുന്നത് ഈ ഒരു പ്രമാണത്തെ കാണിക്കാനാണ്, അവരുടെ സമ്മതി കാണിക്കാനായിട്ടാണ്. ഈ സൂത്രഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ശൈലിയാണ് അനുവർത്തനം, അപകർഷണം, അധ്യാഹാര്യം തുടങ്ങിയതൊക്കെ. അവിടെ അനുവർത്തനം എന്ന് പറയുന്നത് ഇപ്പം രണ്ടാമത്തെ സൂത്രത്തിൽ നിന്നും മൂന്നാമത്തെ സൂത്രത്തിലേക്ക് ഒരു പദം അനുവർത്തിക്കുന്നു. അതിന് ഉദാഹരണമാണ് അകഹ സവർണേ ദീർഘ എന്നുള്ള സൂത്രത്തിലേക്ക് അചി എന്നുള്ളത് മുമ്പുള്ള ഇഗോ എണച്ചി എന്നുള്ള സൂത്രത്തിൽ നിന്ന് അനുവർത്തിക്കുന്നു. നാലാമത്തെ സൂത്രത്തിൽ നിന്ന് മൂന്നാമത്തെ സൂത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് അപകർഷണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് അധ്യാഹാരം ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ അധ്യാഹാരം ചെയ്യുക എന്ന് പറയുന്നത് ഈ സൂത്രത്തിൽ കാണാത്ത പദമായിരിക്കും. അനുവർത്തനവും അങ്ങനെ തന്നെയാണെങ്കിലും മറ്റൊരു സൂത്രത്തിൽ നിന്ന് എടുക്കുന്നതിനെയാണ് അനുവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ അധ്യാഹാരം എന്ന് പറയുന്നത് മറ്റൊരു സൂത്രത്തിലുള്ളതല്ല. ഉദാഹരണം അർത്ഥവദധാതുരപ്രത്യയ പ്രാതിപദികം എന്നുള്ള സൂത്രം കൊണ്ട് പ്രാതിപദിക സംജ്ഞ പറയുന്നു. അർത്ഥവത്തായ അധാതുവായ അപ്രത്യയമായതിന് പ്രാതിപദിക സംജ്ഞ. അപ്രത്യയമായ എന്തിന് എന്നുള്ളതൊരു ആകാംക്ഷ ഉണ്ടാവുമ്പോൾ ശബ്ദസ്വരൂപം എന്ന് അധീകരിക്കണം, അധ്യാഹരിച്ച് മനസ്സിലാക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. സൂത്രഗ്രന്ഥങ്ങളുടെ ഒരു രീതി ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയും ശൈലികൾ ഇതിൽ കൂടുതൽ കാണാം. ഇപ്പോഴത്തെ ഒരു നോട്ടത്തിൽ ഇത്രയും ശൈലികളാണ് ഒരു ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷയം പ്രസ്താവന ചെയ്യുമ്പോഴൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഇതോടുകൂടി ഗ്രന്ഥാരംഭം എന്നുള്ളത് ഞാനിവിടെ നിർത്തുകയാണ്.
ഇനിയുള്ളത് പൂർവപക്ഷമാണ്. പൂർവപക്ഷം രണ്ട് തരത്തിൽ ശാസ്ത്രത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ പൂർവപക്ഷം, അതിൻ്റെ ഉത്തരപക്ഷം, പൂർവപക്ഷം ഉത്തരപക്ഷം ഇങ്ങനെ. ഇതല്ലെങ്കിൽ പൂർവപക്ഷം മുഴുവനായി ആദ്യം പറഞ്ഞ് പിന്നെ അതിൻ്റെ സിദ്ധാന്തപക്ഷത്തിലേക്ക് വരുന്നത് മറ്റൊരു രീതിയാണ്. ഇവിടെ പൂർവപക്ഷം മുഴുവനായി പറഞ്ഞതിന് ശേഷം സിദ്ധാന്തത്തെ സമർത്ഥിച്ചതിന് ശേഷം ഈ ഓരോ പൂർവപക്ഷങ്ങളെയും സംക്ഷേപിച്ച് അതിനെ നിരാകരിക്കുമ്പോഴാണ് ഒരു ശൈലിയുള്ളത്. യത്തുക്തം എന്ന് പറഞ്ഞ് അതിനെ ഓരോന്നിനെയും എടുത്ത് നിരാകരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യത്തുക്തം എന്ന് പറഞ്ഞ ഒരു ശൈലി കാണുന്നത്. അവിടെ യദപ്യുക്തം എന്നും കണ്ടുവരുന്നുണ്ട് ഇതേ ശൈലിയിൽ തന്നെ. അങ്ങനെ ആ പൂർവപക്ഷത്തെ നിരാകരിച്ച് സ്വപക്ഷം അവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നൊരു ശൈലിയാണ്, മറ്റു ശാസ്ത്രങ്ങളിലും ഉണ്ട്. യത്തു തന്ന, യത്തു എന്ന് പറഞ്ഞ് ആരംഭിക്കും, തന്ന എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു ശൈലിയാണ് അത്. സിദ്ധാന്ത ലഘുമഞ്ജുഷ അല്ലെങ്കിൽ പരമലഘുമഞ്ജുഷ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ, ആർത്ഥിക ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ശൈലിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, യത്തു എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പൂർവപക്ഷമാണ്, ഇതെനി ഖണ്ഡിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഈ കൃഷ്ണകുമാർ സാറൊക്കെ പറഞ്ഞ് ഉള്ള അറിവ്, യത്തു 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 എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും, അതായത് അത് പൂർവപക്ഷമാണ്, അത് ഖണ്ഡിക്കാനുള്ളതാണ്. വളരെ വലുതായി തന്നെ യത്തു എന്ന് പറഞ്ഞു തുടങ്ങും, പക്ഷെ അത് ഖണ്ഡിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയാണ് യത്തു തന്ന എന്നൊരു ശൈലി. അതുപോലെ യദ്യപി എന്ന് പറയുന്ന ഒരു പങ്ക്തിയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അത് യദ്യപി എന്ന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും അത് സ്വീകരിക്കുന്നില്ല വാസ്തവത്തിൽ എന്ന്. യദ്യപി തഥാപി, ആ ഒരു പ്രയോഗവും ഇത്തരത്തിലുള്ളതാണ്. അതായത് യദ്യപി ഏവമുച്യത്തെ തഥാപി ശാസ്ത്രേ അയമേവ സിദ്ധാന്തഃ എന്നുപോലെ, അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നതാണ് യദ്യപി തഥാപി. അതുപോലെ ഈ പൂർവപക്ഷിയുടെ ആ പക്ഷത്തിനൊരു വിരോധം കാണിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് നനുച എന്ന് പറയുന്നൊരു ശൈലി. നനുച സ്യാത് വിരോധോക്തവും എന്ന് പറയാറുണ്ട്. അത് ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും തുടങ്ങുന്നത് നനുച തുടങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. അതായത് മറ്റു ചിലർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതിൽ ഞങ്ങൾക്കധികം ആഗ്രഹമില്ല എന്നുള്ളൊരു കാണിക്കാനായിട്ട്, ആ വിരോധം പ്രകടിപ്പിക്കാനായിട്ട് സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്. അതുപോലെ നചവാച്യം എന്ന് പറയുന്നതൊരു ശൈലിയാണ്. ഇത് പൂർവപക്ഷ നിരാകരണമായിട്ട് സ്വീകരിക്കുന്നതാണ്. ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഈ നചവാച്യം കാണാറുണ്ട്. ഈ നചവാച്യത്തിന് പറഞ്ഞ് കേട്ടത്, ഒരു ഞൊണ്ടിയായിട്ടുള്ളവൻ എവിടെയും പോകാൻ പറ്റാത്തത് കൊണ്ട്, കൂടുതലായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം സ്ഥാനത്ത് നിന്ന് കുറേയേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ നചവാച്യമെന്ന്. വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പോലെ നചവാച്യം എന്നുള്ള ഒരു ശൈലി. നചാന്ന് തുടങ്ങുന്നു, എന്നിട്ട് കുറേ ഉണ്ടാവും ആ പൂർവപക്ഷം, എന്നിട്ട് വാച്യം അവസാനിക്കും. ഇതൊരു ചെറിയൊരു ഭ്രാന്തി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇതാണ് നചവാച്യം എന്നുള്ളത്. കാരണം നചാന്ന് ആ വാച്യത്തിലേക്ക് കൂട്ടി വായിക്കണം, അല്ലെങ്കിൽ വാച്യം ഇങ്ങനെ പറയണം എന്നായി തീരും അർത്ഥം. അതുകൊണ്ട് ഈ ഒരു ശൈലി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഇതി ചെയ്യുന്ന എന്നുള്ളൊരു ശൈലി കാണുന്നുണ്ട്. ഇതും നചവാച്യം പറഞ്ഞ പോലെ തന്നെ കുറേ അധികം പൂർവപക്ഷം പറഞ്ഞിട്ട് അവസാനത്തെ ഒരു ഭാഗത്തുണ്ടാവും ഇതി ചെയ്യുന്ന. അപ്പം ആ പൂർവപക്ഷത്തിന് മുഴുവനായിട്ടും ആ ഇതി ചെയ്യുന്ന എന്നുള്ളത് കൊണ്ട് നിരാകരിക്കുന്നു. അതായത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതൊന്നുമല്ല,
എന്നുള്ള അർത്ഥത്തിലാണത്. മറ്റൊരു ശൈലിയാണ് നചേഷ്ടാപത്തി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇഷ്ടാപത്യ പരിഹാരോ നച അത്ര ഇഷ്യത്തെ എന്ന് പറയാം. ഇത് ഉഭയസാധാരണമാണ്. പൂർവപക്ഷി സിദ്ധാന്തിയോടോ സിദ്ധാന്തി പൂർവപക്ഷിയോടോ ഉന്നയിക്കുന്ന ഒരു ശൈലിയാണ്. പൂർവപക്ഷത്തിൽ നിന്ന് കൊണ്ട് ചിന്തിക്കുമ്പോൾ പൂർവപക്ഷി സിദ്ധാന്തിക്ക് അനിഷ്ടമായേക്കാം എന്നു കരുതി ഒരു ദോഷം ഉന്നയിക്കുന്നു. ആ ദോഷത്തെ സിദ്ധാന്തി ഇഷ്ടമാക്കിക്കൊണ്ട് പരിഹരിക്കുന്നു. ഇതാണ് ഇഷ്ടാപത്യ പരിഹാര എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ മമ അനിഷ്ടം ഭവതു ഇതി ഭ്രാന്ത്യ ഭവതായത് ആപാദിതം തത്തു വസ്തുഗത്യ മമ അനിഷ്ടം ന കിന്തു ഇഷ്ടമേവ എന്ന് പറയുന്നൊരു ശൈലിയാണ്. അങ്ങനെ ഇഷ്ടാപത്തി കൊണ്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടൊരു ഗതിയില്ല ആ വാദത്തിന്. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്, വികൃതി കളിക്കുന്ന ഒരു കുട്ടിയോട് അമ്മ പറയുന്നു, നീ ഇങ്ങനെ വികൃതി കളിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ സ്കൂളിലേക്ക് ഇനി അയക്കുകയില്ല എന്ന്. അപ്പോൾ കുട്ടി പറയുന്നു, അയക്കണ്ട, സ്കൂളിൽ പോകുന്നില്ല എന്ന്. അപ്പോൾ അമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ, സ്കൂളിൽ പോകുന്നത് കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അനിഷ്ടമായേക്കാം, അതുവഴി വികൃതി കളിക്കാതിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് പറയുന്നത്. പക്ഷെ കുട്ടി അതിനെന്ത് ചെയ്യുന്നു? ഞാൻ പോകുന്നില്ല, അതെനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ വാക്കുകളെ ഇഷ്ടാപത്തി കൊണ്ട് കുട്ടി പരിഹരിക്കുന്നു. അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ പറഞ്ഞതിന് പ്രയോജനമില്ലാണ്ടാവും. അപ്പോൾ അമ്മ പറയുന്നു, നീ അങ്ങനെ ഇഷ്ടാപത്തി കൊണ്ട് പരിഹരിച്ചാൽ ശരിയാവില്ല, സ്കൂളിൽ പോയില്ലെങ്കിൽ മറ്റു ചില ദോഷങ്ങളുണ്ട് എന്ന് പറയും പോലെ ഈ പൂർവപക്ഷി സിദ്ധാന്തിയോട് പറയുന്നു, നിങ്ങളിങ്ങനെ ഇഷ്ടാപത്തി കൊണ്ട് പരിഹരിച്ചാൽ അത് ശരിയാവില്ല. കാരണം ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ മറ്റു പല സന്ദർഭങ്ങളിലും കുറേ ദോഷങ്ങൾ കാണുന്നുണ്ട് എന്ന് ആ ദോഷങ്ങളെ നിരത്തുന്ന സമയത്താണ് ഈ ഒരു ശൈലി പറയുന്നത്. സാമാന്യമായിട്ട് പൂർവപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും ശൈലികളാണ് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂർവപക്ഷ ഭാഗത്തെ ചുരുക്കുന്നു. ഇനി പറയാൻ പോകുന്നത് പക്ഷഭേദങ്ങളെയാണ്. ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൽ വരുന്ന മറ്റു പക്ഷങ്ങളെയാണ് പക്ഷഭേദങ്ങളെന്ന് പറയുന്നത്. ഈ പക്ഷഭേദങ്ങളെ അവതരിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിൽ പ്രസിദ്ധമായൊരു ക്രമം ഉണ്ട്. അതിങ്ങനെയാണ്: കേചിത് അന്യേ അപരേ ഇതരേ. അതായത് ആദ്യത്തെ പക്ഷം പറയുമ്പോൾ കേചിത് എന്ന് പറയുന്നു, തുടർന്നുള്ളതിനെയൊക്കെ അന്യേ അപരേ ഇതരേ എന്നീ ക്രമത്തിൽ അവതരിപ്പിക്കുന്നു. ഇപ്പൊ കേചിത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ശബ്ദേന്ദുശേഖരത്തിൽ കാണാവുന്നത്, അത്ര കേചിത് അനുബന്ധാഹ അനേകാന്താഹ അനവയവാഹ ഇതി. അതൊരു പക്ഷഭേദമാണ്. ഈ അന്യേ എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ ഇത്യന്യേ എന്നും കാണാറുണ്ട്. ഇത് തന്നെ സിദ്ധാന്തപക്ഷമായിട്ട് ചിലപ്പോൾ സ്വീകരിച്ച് കാണുന്നുണ്ട്. അതുപോലെ ഇത്യപരേന്നും കാണാം. അപരേന്നല്ല, ഇത്യപരേന്നും കാണാം ആ ഒരു ക്രമം. പിന്നെ ഉള്ളത് ഏകേതു, അങ്ങനൊരു ശൈലിയുണ്ട്. അതും പക്ഷാന്തരത്തെ കാണിക്കുന്നതാണ്. അതുപോലെ ഇതി കേചന, ഇതി കേചന എന്നുള്ള ശൈലിയും ഒരു പക്ഷാന്തരത്തെ കാണിക്കുന്നതാണ്. ഇതി പ്രാഞ്ചഹ എന്നുള്ളത് മറ്റൊരു ശൈലിയാണ്. ഇതി പ്രാഞ്ചഹ, അതിനുദാഹരണം പ്രത്യാഹാരാശ്ചൈകചത്വാരിംശതി പ്രാഞ്ചഹ. അതായത് അവരുടെ മതത്തിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു ശൈലിയാണ്. അതേ രീതിയിലാണ് ഇതി പ്രാചീനാഹ എന്നുള്ളതും. ഇതുകൂടാതെ ഈ ശാസ്ത്രത്തിൽ ചില അവസരങ്ങളിൽ ഈ നാമം എടുത്തു പറഞ്ഞുകൊണ്ട് പക്ഷോപസ്ഥാപനം നടത്താറുണ്ട്.
അതിന് ഉദാഹരണമാണ് ഇതി കയ്യടഹ, അല്ലെങ്കിൽ ഇതി ഭോജഹ എന്നൊക്കെ തുടങ്ങിയ മറ്റു പക്ഷങ്ങളെ അവരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഒരു പക്ഷാന്തരത്തെ കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ പക്ഷഭേദത്തിൽ സാമാന്യമായിട്ടുള്ളൊരു രീതി ഇങ്ങനെയാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പക്ഷഭേദത്തെ ഉള്ളതും ചുരുക്കുന്നു. ഇനിയുള്ളത് സിദ്ധാന്തപക്ഷമാണ്. സിദ്ധാന്തപക്ഷത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള പലതരം ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ വ്യാകരണ ഗ്രന്ഥത്തിൽ നാഗേശഭട്ടൻ്റെ ഒരു ശൈലിയായി പറയുന്ന ഒരു പ്രയോഗമാണ് പരേതു എന്ന് പറയുന്നത്. നാഗേശഭട്ടൻ്റെ ഒരുവിധം ഗ്രന്ഥങ്ങളിലൊക്കെയും അദ്ദേഹം സിദ്ധാന്തമായി സ്വീകരിക്കുന്നത് പരേതു എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പക്ഷഭേദപ്രകാരം ശരിക്കും പരേതു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷഭേദമല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ പരേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തമായിട്ട് കാണണം. നാഗേശ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് നമ്മൾ പരീക്ഷിക്കുന്നതെങ്കിൽ അത് സിദ്ധാന്ത ഗ്രന്ഥമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഇതിനൊരു യുക്തിയായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞറിഞ്ഞത്, എന്തിനാണ് ഇവിടെ ഈ പരേതു എന്നുള്ളൊരു ബഹുവചനം സ്വീകരിക്കുന്നത്? മറ്റു ചിലർ ഒന്ന് തോന്നാം, എന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഈ പക്ഷത്തിൽ ഞാൻ ഏകാകിയല്ല, എൻ്റെ കൂടെ മറ്റുള്ളവരൊക്കെയുണ്ട് എന്നുള്ളൊരു അർത്ഥത്തെ കൂടി കാണിക്കാനായി ഈ പരേതു എന്ന് പ്രയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. ഇവിടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ് അപരേതു എന്ന്. കാരണം അപരേതു എന്നുള്ളത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പക്ഷഭേദമായിട്ടാണ് അപരേ എന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ അപരേ എന്നുള്ളത് പോലും ചില സന്ദർഭത്തിൽ സിദ്ധാന്തപക്ഷമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ലക്ഷണാവിചാര സന്ദർഭത്തിൽ കാവ്യപ്രകാശത്തിൽ അവിടെ വ്യാഖ്യാനത്തിൽ ബാലബോധിനികാരൻ സിദ്ധാന്തപക്ഷം പറയുന്ന അവസരത്തിൽ അപരേതൂന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത് ന പരേ അപരേ സ്വീയ എവ പക്ഷ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതായത് നമ്മൾ പൂർവപക്ഷമെന്ന് കരുതിയിരിക്കുന്ന ശൈലി പോലും സിദ്ധാന്തപക്ഷമായിട്ട് ചിലർ സ്വീകരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഓരോ ശൈലികളും വ്യാഖ്യാതാക്കൾക്കനുസരിച്ച് മാറുന്നുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ ഇവകളൊക്കെ പൂർവപക്ഷത്തിലേ പാടുള്ളൂ എന്നിങ്ങനെ നിയമം ചെയ്യാനും നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കാം. വേറൊരു ശൈലിയാണ് ഇദം തു അവധേയം. അതായത് ഇവിടെ പ്രാചീന പദ്ധതിയിലുള്ള ഒരു അരുചി കാണിച്ചുകൊണ്ട് ആണ് ഇദം തു അവധേയം എന്ന് കാണിക്കുന്നത്. അതിൽ കഴിഞ്ഞ് തദനന്തരം സ്വന്തം സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നു. അതൊരു ശൈലിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേയധികം പൂർവപക്ഷങ്ങളെ പറഞ്ഞു കഴിഞ്ഞ് ആ പൂർവപക്ഷങ്ങൾക്ക് സിദ്ധാന്തം പറയുന്ന അവസരത്തിൽ പറയുന്ന ഒരു ശൈലിയാണ് ഏവം പ്രാപ്തേ അത്ര ബ്രൂമഹ. അത്ര ബ്രൂമഹ എന്ന് പറയുന്ന ഒരു ശൈലി. അത്ര ബ്രൂമഹ എന്ന് തുടങ്ങിയിട്ട് സിദ്ധാന്തത്തെ പറയുന്നു. പിന്നെയുള്ളത് അവിടെ തന്നെ വേണമെങ്കിൽ കാണാവുന്ന ഒരു ശൈലിയാണ് ഉച്യത്തെ. അതായത് പൂർവപക്ഷം കഴിഞ്ഞുള്ള സിദ്ധാന്തത്തെ കാണിക്കുമ്പോൾ ഈ ശൈലികൾ കാണുന്നുണ്ട്. ചില അവസരങ്ങളിൽ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ഗ്രന്ഥകാരൻ പറയുന്നൊരു ശൈലിയാണ് മമതു പ്രതിഭാതി. ഇതും ഒരു സിദ്ധാന്തപക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ശൈലിയാണ്. അല്ലെങ്കിൽ വയം തു ബ്രൂമഹ. ഇവിടെ ഈ വയം എന്നുള്ള ബഹുവചനമൊക്കെ ആ പക്ഷത്തിൽ അത്രയും ഒരു ഗർവോടുകൂടി പറയുന്നൊരു രീതിയാണ്. വയം തു ബ്രൂമഹ, വയം തു വൈയാകരണാഹ എന്നുള്ളൊരു ആ ശാസ്ത്രത്തിൽ അത്രയധികം ആ സിദ്ധാന്തത്തിന് ബലമുണ്ട് എന്ന് കാണിക്കാനായിട്ട്
പറയുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ശൈലികൾ പ്രയോഗിക്കുന്നത്. അതുപോലെ ചില പ്രയോഗം ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സിദ്ധാന്തം വചനം ആരംഭിച്ചു എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് വസ്തുതസ്തു എന്നുള്ളൊരു ശൈലി. അവിടെ ഒന്നുകിൽ സിദ്ധാന്തത്തെയോ അല്ലെങ്കിൽ അവാന്തര സിദ്ധാന്തങ്ങളെയോ ഒക്കെ പറയാനായിട്ട് പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണത് വസ്തുതസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്തുതസ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സിദ്ധാന്തം തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ഇനി അവാന്തര സിദ്ധാന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്നിൽ കൂടുതൽ വസ്തുതസ്തു കാണും. അപ്പോൾ ഏറ്റവും അവസാനമുള്ള വസ്തുതസ്തുവാണ് പരമസിദ്ധാന്തം എന്ന് മനസ്സിലാക്കണം എന്നുകൂടി അറിയാൻ കഴിഞ്ഞു. ഇനി അവിടെ തന്നെ വേറൊരു ശൈലി കാണുന്നത് കുറേ വസ്തുതസ്തു ഉണ്ടാവുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് പരമാർത്ഥതസ്തു എന്ന് പറഞ്ഞ് പ്രയോഗിക്കൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ വസ്തുതസ്തു ഒക്കെ സിദ്ധാന്തത്തോളം എത്തി നിൽക്കുന്ന ഒന്നും പരമാർത്ഥമായിട്ട്, അതായത് പരമസിദ്ധാന്തമായിട്ട് സ്വീകരിക്കേണ്ടത് പരമാർത്ഥതസ്തു എന്ന് പറയുന്ന പങ്ക്തിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ അവാന്തര നിഗമനങ്ങളെ കാണിക്കുമ്പോൾ പറയുന്നൊരു ശൈലിയാണ് തഥാച എന്ന് പറഞ്ഞു തുടങ്ങുന്ന പങ്ക്തി. അവാന്തര നിഗമനങ്ങളെ പറഞ്ഞു കഴിഞ്ഞ് ഈ അവസാനത്തെ നിഗമനത്തിലേക്ക് വരുമ്പം അവിടെ ഇത്തം ച എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അത് അവസാനത്തെ നിഗമനാണ്. ആ സിദ്ധാന്തത്തെ പറയുമ്പോഴാണ് ഇത്തം ച എന്നുള്ളൊരു പങ്ക്തി തുടങ്ങുന്നത്. അതും ഇത് രണ്ടും ഒരു ശൈലിയാണ്. പിന്നെ മറ്റൊരു ശൈലിയാണ് പൂർവപക്ഷി ഉന്നയിച്ച ഒരു വാദത്തിനെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കും. അവിടെ ശാസ്ത്രേ സത്യമിത്യർദ്ധാംഗീകാരേ എന്ന് പറയും. അതായത് അവിടെ സത്യം എന്നുള്ളത് കൊണ്ട് അർദ്ധാംഗീകാരമായിട്ടാണ് ആ വാദത്തിന് എടുക്കുന്നത്. പൂർണ്ണമായും അത് നിരാകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് സമ്മതിക്കും, വാസ്തവത്തിൽ അവിടെ ആഗ്രഹമില്ല, എന്നിട്ട് അതിനെ നിരാകരിക്കുക, ഖണ്ഡിക്കുന്നു. അതൊരു രീതിയാണ്. പിന്നെ ഭാഷ്യത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് മൈവം. അതായത് അത് നിഷേധമാണ്, അപ്പം തന്നെ അതിനെ നിഷേധിക്കുന്നു, ഈ സിദ്ധാന്തം പറയുന്നു എന്നുള്ളത് ഭാഷ്യത്തിൽ പലപ്പോഴായിട്ട് കണ്ടുവരുന്ന ഒരു ശൈലിയാണ്. അതുപോലെ തു എന്നുള്ളൊരു ശൈലി പൂർവപക്ഷ നിരാകരണമായിട്ടാണ് ശാസ്ത്രത്തിൽ കാണുന്നത്. ഈ ജൈമിനീയ സൂത്രങ്ങളിലും ബ്രഹ്മസൂത്രങ്ങളിലൊക്കെ ഈ സിദ്ധാന്ത സൂത്രം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നതും ഈ തു ശബ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊന്ന്. അതുപോലെ പൂർവപക്ഷത്തെ മുഴുവനായും നിരാകരിക്കുന്ന ഒരു രീതിയാണ് ഏതേന നിരസ്തം എന്നുള്ള ഒരു ശൈലി. അതായത് പൂർവപക്ഷങ്ങളൊക്കെ ചിന്തിച്ച് അതിനെ നിരാകരിച്ച് ഇപ്പോൾ സിദ്ധാന്തത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇങ്ങനെ സിദ്ധാന്തത്തിലെത്തി നിൽക്കുമ്പോഴും പൂർവപക്ഷിക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അധികാശങ്ക ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അധികാശങ്ക ഉണ്ട് എന്ന് വിചാരിച്ച് ആ അധികാശങ്കയെ കൂടി ഉന്നയിച്ച് അതിനെ നിരാകരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ പങ്ക്തി ഏതേനാന്ന് തുടങ്ങുന്നു, ഏതേനാന്ന് തുടങ്ങിയിട്ട് നനു എന്ന് പറഞ്ഞ് ഒരു പൂർവപക്ഷം, വളരെ വിസ്തരിച്ചുള്ളൊരു പൂർവപക്ഷം ഉണ്ടാവും. എന്നിട്ട് ഇത്യപി നിരസ്തം എന്ന് ആ പൂർവപക്ഷത്തെ കൂടി എന്തു ചെയ്യുന്നു? നിരാകരിക്കുന്നു. അതായത് ഈ അധികാശങ്ക ഇനി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ കൂടി ഇതിനാൽ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശൈലിയാണ് ഏതേന നിരസ്തം എന്ന് പറയുന്നത്. ഇവിടെ ഏതേന നിരസ്തം എന്നുള്ള ദിക്കിൽ ഏതേന എന്നുള്ളതിന് ഉക്തേന ഹേതുന എന്ന് അർത്ഥം കാണുമെങ്കിലും ഏതേന എന്നുള്ളത് വക്ഷ്യമാണേന ഹേതുന എന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ഏതേന എന്ന് പറഞ്ഞൊരു പൂർവപക്ഷം കഴിഞ്ഞ് അതിനൊരു പഞ്ചമ്യന്തമായിട്ടൊരു ഹേതു പറയും, ഇത്യപി നിരസ്തം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയാം.
ഈ ഉഭയസാധാരണമായി കണ്ടുവരുന്ന ചില ശൈലികളുണ്ട്. നേരത്തെ പറഞ്ഞ നചേഷ്ടാപത്യാപരിഹാര തുടങ്ങിയതുപോലെ അത് പൂർവപക്ഷത്തിലും സിദ്ധാന്തപക്ഷത്തിലും കാണുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ശൈലിയാണ് പ്രതിബന്ധ്യാ സമാധാനം എന്ന് പറയുന്നത്. അതായത് പൂർവപക്ഷി ഒരു ചോദ്യം ഉന്നയിക്കുന്നു, അതിന് ഉത്തരം പറയാതെ കണ്ട് മറ്റൊരു മറുചോദ്യം അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെയാവുമ്പോൾ എന്താണ്, ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം കിട്ടാതെ രണ്ടുപേരും എന്താ പറയുക, മിണ്ടാതിരിക്കുന്നൊരവസ്ഥ വരും. അതായത് പൂർവപക്ഷിയുടെ വായടയ്ക്കാനുള്ളൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനാണ് പ്രതിബന്ധ്യാ സമാധാനം എന്ന് പറയുന്നത്. ഈ പ്രതിബന്ധി എന്നുള്ളൊരു വാക്ക് യുദ്ധത്തെ സംബന്ധിച്ചുള്ളൊരു വാക്കാണ്. പ്രതിബന്ധി എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ ഒരു ഭടനെ മറ്റൊരു രാജ്യത്ത് ബന്ധനം ചെയ്യുന്നു. അപ്പോൾ ആ ഭടനെ വിട്ടുകിട്ടാനായിട്ട് ആ രാജ്യത്തെ ഒരു ഭടനെ ഈ രാജ്യത്ത് ബന്ധനം ചെയ്തു വെക്കുന്നു. അപ്പോൾ ഈ ബന്ധനം ചെയ്തു വെച്ചയാളിനെയാണ് പ്രതിബന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ദിക്കിലും സമമാണ്, അതുകൊണ്ട് രണ്ടു കൂട്ടരും ഒന്നും ചെയ്യുന്നില്ല, രണ്ടു കൂട്ടരും വാദം ചെയ്യാതെ കണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിബന്ധ്യാ സമാധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെയുള്ള മറ്റൊരു ശൈലിയാണ് തുഷ്യതു ദുർജനന്യായേന സമാധാനം എന്ന് പറയുന്നത്. ഇവിടെ ദുർജന ശബ്ദം കൊണ്ട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷി എന്നാണ്. അവിടെ സിദ്ധാന്തി പറയുന്നു, താങ്കൾ പറയുന്നത് എനിക്ക് സമ്മതമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇനി താങ്കൾക്ക് സന്തോഷത്തിനു വേണ്ടി താങ്കൾ പറയുന്നത് ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞത് ശരിയാവില്ല. ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിനെയാണ് തുഷ്യതു ദുർജനന്യായേന സമാധാനം എന്ന് പറയുന്നത്. അവിടെ വ്യാഖ്യാനങ്ങളിൽ തുഷ്യതു ദുർജന ഇത്യഭിപ്രേത്യാഹ ഇങ്ങനെ പങ്ക്തി കാണാം. അതാണ് അതിൻ്റെ ഒരു അങ്ങനെയുള്ള ശൈലികൾ എന്ന് പറയുന്നത്. അതുപോലെ പൂർവപക്ഷത്തെ നിരാകരിക്കുന്ന മറ്റു ചില ശൈലികളാണ് പ്രൗഢിവാദമാത്രം, കൃത്വാ ചിന്തയ, അഭ്യുപഗമവാദം. ഇവകളൊക്കെ ഈ പൂർവപക്ഷത്തെ നിരാകരിക്കുന്ന ശൈലികളാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വസ്തുഗത്യ തഥാ വക്തും നശക്യത്തെ ഏവ യദി അഭ്യുപഗമ്യത്തെ തർഹി തദപ്യസ്തു. ഇനി നിങ്ങൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ, വാസ്തവത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിനെ നിരാകരിക്കുന്ന ഒരു രീതിയാണ് ആ മൂന്നും. ഇതുകൂടാതെ സിദ്ധാന്തപക്ഷത്തിലേക്ക് വരുമ്പോൾ മറ്റു പക്ഷങ്ങളെ, അതായത് പൂർവപക്ഷത്തിനെയൊക്കെ തുച്ഛമായി കാണുന്ന ചില പരിഹാസ വചനങ്ങൾ സിദ്ധാന്തി പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു കുറേ ശൈലികളുണ്ട്. അതിൽ കുറച്ച് മാത്രം പറയാം. അതിൽ ഒന്നാണ് തദസത്ത് എന്ന് പറയുന്നത്. അതുപോലെ തദേതൻ മന്ദം, അതുപോലെ നിസ്സാരം, ബാലഭാഷിതം, പ്രലപിതം, തദേതനവബോധന നിബന്ധനം. അതുപോലെ ആയുഷ്മതാ വക്തവ്യം. ഇങ്ങനെ നിന്ദാവചനങ്ങൾ കുറേ അധികമുണ്ട്. നിന്ദ ആയതുകൊണ്ട് ഞാനത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ അത് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഈ ഖണ്ഡന സമയത്ത് കുറേ അധികം പ്രയോഗങ്ങളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധാന്തപക്ഷത്തിലേക്ക് വരുമ്പോൾ സാമാന്യമായിട്ട് ഇത്രയും ശൈലികളാണ് കാണാൻ കഴിയുന്നത് എന്ന് ചുരുക്കുന്നു. ഗ്രന്ഥാരംഭത്തിൽ തുടങ്ങി അത് കഴിഞ്ഞ് പൂർവപക്ഷം, പിന്നെ പക്ഷഭേദങ്ങൾ, സിദ്ധാന്തപക്ഷം. ഇനി പറയാൻ പോകുന്നത് വിഷയാന്തമാണ്. അതായത്
സിദ്ധാന്തമായി സ്വീകരിച്ച് വിഷയം സമാപിക്കുക. അങ്ങനെ വിഷയം സമാപിക്കുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന ചില ഭാഷാപ്രയോഗങ്ങളെയാണ് ഈ വിഷയാന്തത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒരു ശൈലി എന്ന് പറയുന്നത് ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ കാണാം. അതായത് ഏതെങ്കിലും ഒരു പക്ഷം സിദ്ധാന്തപക്ഷമായി സ്വീകരിച്ച് സമർത്ഥിച്ചു കഴിഞ്ഞാൽ അന്യത്ര വിസ്തരഹ എന്ന് കാണാം. ചില ശൈലി ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നൊരു ശൈലിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ കാണാമെന്ന്. അന്യത്ര വിസ്തരഹ എന്ന്. അന്യത്ര വിസ്തരഹ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ മറ്റൊരു ഗ്രന്ഥത്തിൽ ഈ വിഷയം ഇതിൽ കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ ഇതേ ഗ്രന്ഥകാരൻ്റെ തന്നെ ഇതിനേക്കാളും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ഗ്രന്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പരിഭാഷേന്ദു ശേഖരം എന്നുള്ളൊരു ഗ്രന്ഥത്തിൽ ആണ് ഈ ഒരു ശൈലി വന്ന് കാണുന്നതെങ്കിൽ അന്യത്ര വിസ്തരഹ എന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഒന്നുകിൽ മഹാഭാഷ്യം അല്ലെങ്കിൽ നാഗേശഭട്ടന്റെ തന്നെ ഗ്രന്ഥമായ ലഘുശബ്ദേന്ദു ശേഖരത്തിലോ മറ്റോ നമ്മൾ ഈ അന്യത്ര വിസ്തരഹ എന്നുള്ളതിനെ കണക്കാക്കണം എന്നുള്ളതാണ് ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാണുന്നൊരു ശൈലിയാണ് ചിന്ത്യഹ. അത് തച്ചിന്യം അങ്ങനെ കാണാറുണ്ട്. അത് എവിടെയാണോ പ്രയോഗിക്കുന്നത് അവിടെ പൂർവോക്ത വിഷയെ ചിന്താകാര്യ എന്നല്ല അർത്ഥം. അത് നിർയുക്തികമാണ്, അനുപപന്നമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഉക്തവിഷയത്തിലെ ഗ്രന്ഥകാരൻ്റെ അരുചിയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കാര്യകാലം സംജ്ഞാപരിഭാഷ എന്നുള്ള പരിഭാഷയിൽ ഇഗോ ഗുണേതി സൂത്രസ്ഥ കയ്യടസ്തു ചിന്ത്യയേവ എന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. അതായത് കയ്യടമതത്തിൽ സമ്മതിയില്ല എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ചിന്ത്യഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയം അവസാനിക്കുമ്പോൾ കാണുന്ന ശൈലിയാണ് ഇതി ദിക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തും. അതിൻ്റെ അർത്ഥം ദിങ്മാത്ര നിർദ്ദേശ ക്രിയതേ എന്നാണ്. അതായത് ഇപ്പോൾ അതിനൊരു ലൗകികമായിട്ടുള്ള ഉദാഹരണം പറയാൻ പറ്റുന്നത്, നമ്മുടെ നാടിനെ കുറിച്ചറിയാത്തൊരാൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. യാദൃശ്ചികമായിട്ട് ആ വഴി പോയപ്പോൾ അയാൾക്ക് ഏതാണ് വഴിയെന്ന് തിരിച്ചറിയാതെ വന്നപ്പോൾ നമ്മളോട് ചോദിക്കുന്നു, കോഴിക്കോടേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കൈ കാണിച്ചുകൊണ്ട് ഇതാ ഈ വഴി നേരെ പോയാൽ അത് കോഴിക്കോട്ടേക്കാണ് എന്ന് ദിങ്മാത്ര നിർദ്ദേശം ചെയ്യുന്നു. അല്ലാതെ ആ വന്ന ആളുടെ വണ്ടിയിൽ കയറി പോവുകയോ മറ്റൊരു വണ്ടിയിൽ അയാളെ അനുഗമിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. ഇതുപോലെ ശാസ്ത്രത്തിൽ ഒരു വിഷയം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദിക്ക് എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഇതാണ് ശാസ്ത്രമാർഗം എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. ഇതിലിനി എത്ര വേണമെങ്കിലും പോവാം, ഇനി ആർക്കൊക്കെ ഇതിൽ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ഇതിൽ കൂടുതലായിട്ട് ചിന്തിക്കാവുന്നതാണ്, ഇതാണ് ശാസ്ത്രത്തിൻ്റെ മാർഗം എന്ന് കാണിക്കുന്ന ഒരു ശൈലിയാണ് ഇതി ദിക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു രീതിയാണ് ഇത്യർത്ഥഃ ഇത്യാശയഃ ഇതി ഭാവഃ. ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഇതിന് ചെറിയ ചെറിയ അർത്ഥഭേദങ്ങൾ പറയാൻ കഴിയും. ഇത്യർത്ഥഃ എന്ന് പറയുന്നത് ഒരു അതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തെ പറയുമ്പോൾ ഇത്യർത്ഥഃ എന്ന് പറഞ്ഞു വയ്ക്കും. അസ്യ ശബ്ദസ്യ അയമർത്ഥഃ എന്ന് പറയുന്ന പോലെ നേരിട്ടുള്ള അർത്ഥത്തെ പറഞ്ഞു വയ്ക്കുന്നതിനാണ് ഇത്യർത്ഥഃ എന്ന് പറയുന്നത്. ഒരു വിഷയം കുറച്ച് പറഞ്ഞ് അതിൻ്റെ ആകത്തുകയായിട്ടുള്ള ആശയം എന്താണെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇത്യാശയഃ എന്ന് പറയുന്നു. ഇനി അതിൽ തന്നെ ഒന്നുകൂടി കടന്ന് ചിന്തിക്കണം
എന്ന് വരുന്ന സന്ദർഭത്തിലാണ് ഇതിന്റെ ഭാവം ഇതാണ്, ഇതി ഭാവഹ എന്ന് കാണിക്കുന്നത്. ഇനി ഇതിലും മുകളിലുള്ളൊരു രീതിയാണ് ഇദം ഹൃദയം എന്ന് പറയുന്നത്. അതായത് ഗ്രന്ഥകാരന്റെ ഹൃദയം ഇതിലാണ്, ഈ ഒരു പക്ഷത്തിലാണ് എന്ന് കാണിക്കാൻ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഇദം ഹൃദയം. ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോ അയമത്ര സംപിണ്ഡിതാർത്ഥ എന്നും ചില ദിക്കിൽ കാണാം. അതായത് ഇതിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല, ഏറ്റവും സംപിണ്ഡിതമായിട്ടുള്ള അർത്ഥം ഇതാണ് എന്ന് കാണിക്കാനാണ്. അതേപോലെയുള്ള പല ശൈലികളുണ്ട്. സാരം തു എന്ന് പറഞ്ഞിട്ടും കാണാം. ഇതമത്ര ആകൂതം, ഇതും ആ ഒരു ശൈലിയിൽ തന്നെ വരുന്നതാണ്. ഇതിൽ സംപിണ്ഡിതാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇനി ഒന്നും ചിന്തിക്കണ്ട, ഇതിന്റെ സത്ത് മുഴുവൻ അതിൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ആ ഒരു ശൈലി. അതുപോലെ പറയുന്ന മറ്റൊരു രീതിയാണ് ധ്വനിതം എന്ന് പറയുന്നത്. ധ്വനിതം എന്ന് പറയുന്നത് ഇത് ശരിക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഒരു ആചാര്യ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതിനെയാണ് ധ്വനിതം എന്ന് കാണിക്കുന്നത്. ഉക്തമായിട്ട് എവിടെയും ഒന്നും ഉണ്ടാവില്ല. അതായത് വചനരൂപേണ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള ചില പ്രവൃത്തികൾ, ആചാര്യന്റെ ചില പ്രവൃത്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇതം ധ്വനിതം. ഇപ്പം കാര്യമനുഭവൻഹി കാര്യ നിമിത്തതയാന്നാശ്രിയതേ എന്നുള്ള പരിഭാഷേന്ദു ശേഖരത്തിലെ പരിഭാഷ എങ്ങനെ കൈവന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഒടുക്കത്തിൽ പറയുന്നുണ്ട്, ദുർവചനേ അചീത്യത്ര ഭാഷ്യയെ ധ്വനിതൈഷ. അവിടുത്തെ ഒരു വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് എന്ന് പറയുന്നു. ഇനി വ്യാഖ്യാതാവ് കുറേ അധികം വ്യാഖ്യാനിച്ചു പോകുമ്പോൾ പ്രയോഗിക്കുന്നൊരു ശൈലിയുണ്ട്. അലമതി വിസ്തരേണ, അല്ലെങ്കിൽ പ്രകൃതമനുസരാമഹ, ഇങ്ങനെ. അതായത് വ്യാഖ്യാതാവിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാതാവിന് ഒരിക്കലും ഒരു യുക്തി കൊണ്ടൊന്നും പറഞ്ഞാൽ അത് പോരായിക തോന്നും. അപ്പോൾ 1, 2, 3 യുക്തികളൊക്കെ പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ വിപുലമായി ആ വിഷയം മുന്നോട്ട് പോകും. ചിലപ്പോൾ ഈ പ്രസംഗസംഗതി കൊണ്ട് അപ്പോൾ വരുന്ന വിഷയങ്ങളിലേക്കൊക്കെ അദ്ദേഹം വ്യാപരിച്ച് അതിനെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് ഈ വിഷയം തുടങ്ങിയതിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് കാണുന്ന അവസരത്തിലാണ് ഈ ഒരു ശൈലി അദ്ദേഹം പ്രയോഗിക്കുന്നത്, വ്യാഖ്യാതാവ്. അതായത് ഈ വ്യാഖ്യാതാവ് സ്വന്തം തന്നെ നിരോധിക്കുന്നതാണ് ഈ ശൈലി എന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ചില സമയത്ത് ഇങ്ങനെയും പറഞ്ഞു കാണുന്നുണ്ട്, ഇതഹ പരമപ്രസ്തുതമനുസരാമഹ എന്ന്. അതായത് നമ്മൾ എന്താണോ പരമ സിദ്ധാന്തമായിട്ട് കണക്കാക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറയാം, ഈ വിഷയമൊക്കെ പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഈ അലമതി വിസ്തരേണ എന്നുള്ളതും വിസ്തരേണ അലം കിം ബഹുന എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതിനെ നിരോധിക്കുന്നത് കാണാം. ആ വ്യാഖ്യാനത്തിൽ നിന്ന് പ്രകൃതത്തിലേക്ക് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞവ. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പറയാൻ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാനും ഇത് തന്നെ ആവർത്തിക്കുന്നു. അലമതി വിസ്തരേണ പ്രകൃതമനുസരാമഹ എന്ന്. ശാസ്ത്രഗ്രന്ഥങ്ങളിലെ രചനാശൈലികൾ എന്നുള്ള വിഷയത്തിൽ എൻ്റെ ഈ ഒരു അവതരണം എവിടെയും ആയിട്ടില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടായിട്ടുള്ള പാകപ്പിഴകളൊക്കെ പരിഹരിക്കാനായിട്ട് ഗുരുക്കന്മാരുടെ എല്ലാ നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന വേളയിലുണ്ടായ തെറ്റുകളൊക്കെ എൻ്റെ മാത്രം തെറ്റായി കണക്കാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ തരണം. എന്നാൽ അതിനെ പരിഹരിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവതരണത്തിന് അവസരമൊരുക്കിത്തന്ന ഭാരതീയ ശാസ്ത്ര വിചാരം എന്നുള്ള ഈ ഒരു സദസ്സിന് ഹാർദികമായിട്ടുള്ള
നന്ദി രേഖപ്പെടുത്തുന്നു.